വെട്ടം വേവണ്ണ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. കൗശല ചേച്ചി, നമ്മളെ പത്മ ചേച്ചി. ഹായ് ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ ടീച്ചർ ഇങ്ങനെ വിളിക്കുന്നു, നാളെ അങ്കലവാടിയിൽ ഒരു പരിപാടിയുണ്ട്, അപ്പോൾ ഒരു സംഭവം സെറ്റാക്കി തരുമെന്ന് വെച്ചിട്ട്. അപ്പോൾ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മളെ ടീച്ചർ പറഞ്ഞ പിന്നെ നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ ടീച്ചേഴ്സിന് അറിയാം നമ്മളാണ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊടുക്കുമ്പോൾ അവർ ചെയ്ത് അതിൻ്റേതായ വൃത്തിയിൽ ചെയ്ത് തരുന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ ടീച്ചർ എന്ത് പരിപാടി ഉണ്ടെങ്കിൽ നമ്മളായിട്ട് വിളിക്കാറ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ തന്നെ കുറച്ച് പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ കാണുന്നൊരു ചെറിയൊരു ഇതാണ് കേട്ടോ. അത് അടിപൊളിയാണ്. നമ്മുടെ വഴിയോരത്തൊക്കെ കാണുന്ന ഒരുപാട് പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞപ്പോൾ ഞാൻ അയ്യോ എവിടുന്ന് അപ്പോൾ ഞാൻ പൂവൊക്കെ ഒപ്പിക്കാന്നുള്ളത്. പക്ഷേ ഒരുപാട് പൂക്കൾ എനിക്ക് നമ്മുടെ റോഡ് സൈഡിൽ തന്നെ കിട്ടി കേട്ടോ. അപ്പോൾ ഒരു എക്കോ ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു അടിപൊളി ബൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് കിരീടവും നമ്മുടെ പൂക്കൾ രാജാവായ കിരീടവും അങ്ങനെ ഒരുപാട് പൂക്കളുകൾ ഞാനതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഞാൻ കിട്ടിയതൊക്കെ ഞാൻ പറിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-20 ബൊക്കെയാണ് സെറ്റാക്കി തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന ഒരു വിധം അടിപൊളിയായിട്ട് ഞാൻ ചെയ്തു. എനിക്ക് പെർഫെക്റ്റ് ആയി തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്താന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു മരത്തിൻ്റെ ഈ ഒരു ഇല ടൈപ്പ് പ്ലാന്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ കുറച്ച് എടുത്തിട്ടുണ്ട്. ഏത് മോഡലാണോ എന്നൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം മോഡൽ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു വീട്ടിലേക്ക് ഞാൻ പൂ പറിക്കാൻ വേണ്ടി പോയപ്പോൾ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഉജീനിയ, ആ ഒരു ചെടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ 2-3 തൈ തരുന്ന വെച്ചപ്പോൾ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ വലിയ കിരീടം തന്നെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്. കാരണം 20 ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള അറിയില്ല. അപ്പോൾ ഞാൻ പരമാവധി ഞാൻ അന്ന് രാവിലെ ഇന്ന് ചെയ്യുന്നതാണ് കേട്ടോ. പരമാവധി പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു വൈറ്റ് ബഞ്ചസ് ആയിട്ടുള്ള ഒരു പൂവിൻ്റെ പേര് അറിയുന്നുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറേ കോളാമ്പി, കുഞ്ഞ വയലറ്റ് പൂവ്, പിന്നെ റെഡ് ചെമ്പരത്തി, പിന്നെ ഒരു ലൈറ്റ് ഓറഞ്ച് ചെമ്പരത്തി, അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ചെറിയൊരു ഐഡിയ കൂടെ തോന്നിയത്. ഈ ഒരു വാഴൻ്റെ ഉണങ്ങിയ ഇല ഉണ്ടല്ലോ, ഇത് വെച്ചിട്ട് നമുക്ക് ബൊക്കേൻ്റെ ആ ഒരു ഷീറ്റ് കംപ്ലീറ്റ് ആക്കിയാലോ എന്ന് വിചാരിച്ചു. നമ്മൾ സാധാ ചെയ്യാൽ ഇലകൾ വെച്ചിട്ട് അതിൻ്റെ സൈഡും ഫ്രണ്ട് ബാഗൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊന്ന് ചെയ്താലോ എന്നൊരു ചെറിയൊരു ഐഡിയ കിട്ടി. അങ്ങനെ കുറച്ച് ഞാൻ പറിച്ച് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിതിങ്ങനെ ഒരു പേപ്പർ കനത്തിൽ ആ ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈപ്പാണ്. നമുക്ക് പെട്ടെന്ന് കീറിപ്പോവുക അങ്ങനെയൊന്നുമില്ല. ഉണങ്ങിയതുകൊണ്ടെങ്കിൽ പെട്ടെന്ന് കീറിപ്പോവില്ല. അപ്പോൾ ഞാൻ ഓരോ പൂക്കളായിട്ട് എടുത്തിട്ട് 2-3 വെറൈറ്റീസിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആദ്യം ചെമ്പരത്തി, പിന്നെ ഒരു ചെറിയ കുഞ്ഞ കോളാമ്പിനെ, പേരെന്താ എനിക്കറിയില്ല, ആ 2 കളറുള്ള ലൈറ്റ് വയലറ്റ് കളറും പിന്നെ ഒരു വൈറ്റ് കളറിലുള്ള ആ ഒരു ഷേപ്പിലുള്ള അതും, പിന്നെ കിരീടം, അങ്ങനെ എല്ലാം കൂടി വെച്ച് സെറ്റാക്കിയിട്ട് ഒരു നൂല് കൊണ്ട് ഞാൻ ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. കിരീടം അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടെ ആയിട്ട് ഞാനൊന്ന് ചെറിയൊരു നൂല് വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടി കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ പൂ മാത്രം കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ അതിൻ്റെ ബാക്കിൽ എൻ്റെ ഒരു ഷീറ്റ്, ബൊക്കറ്റ് ഷീറ്റ് പോലെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ആ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ടൊന്ന് ബാക്ക് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നൂല് വെച്ച് തന്നെ കെട്ടി കൊടുക്കുന്നു കേട്ടോ. അങ്ങനെ ഒരൈറ്റം ക്ലിയറായി. അപ്പോൾ ഈ ഒരു ഇല വെച്ചിട്ടുള്ള ടൈപ്പ് അടിപൊളിയായിട്ട് എനിക്ക് നല്ല പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ 2 ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഞാൻ ഇല വെച്ച് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. സെയിം നമ്മൾ ആദ്യം എടുത്ത പോലെ തന്നെ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങളൊക്കെ എടുക്കുക. ഏതെങ്കിലും ഇതേപോലെ ആദ്യം വെച്ച പോലെ തന്നെ ബാക്കിലായിട്ട് ആ ഒരു കിരീടത്തിൻ്റെ ഇല്ലുണ്ടല്ലോ, അതിങ്ങനെ ബാക്കിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ തന്നെ ഒന്ന് കെട്ടി വെക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റേതായിട്ടുള്ള ഇല തന്നെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇല വെച്ചിട്ട് കവർ ചെയ്തെടുത്താൽ നല്ലൊരു ഭംഗി, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്തെടുത്ത മുഴുവൻ ബൊക്കേസും കാണാം കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. അപ്പോൾ ഞാൻ ടോട്ടൽ 15 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ 15 വെറൈറ്റീസില്ല, 15 അല്ല, ഒന്ന് നമ്മുടെ ഒരു വാഴൻ്റെ ഇല വെച്ചിട്ട്, പിന്നെ സാധാ ആ ഒരു ഇതിൻ്റെ ഇല വെച്ചിട്ട്, പിന്നെ ഒരു ചെടീൻ്റെ ഇല വെച്ചിട്ട്, സാധാ ഒരു ലീഫ് ഇതുണ്ടാവില്ല അതിൻ്റെ ഇത് വെച്ചിട്ട്, എങ്ങനെ ചെയ്തിട്ട് എനിക്ക് നല്ല ഭംഗിയായി നല്ല ഇഷ്ടമായി തോന്നിയിട്ടോ. നമ്മൾ ചെയ്യുന്നത് നമുക്ക് തന്നെ ഒരു ഭംഗിയായി തോന്നുമ്പോൾ നമുക്ക് തന്നെ അഭിമാനം കൊള്ളാം, നമ്മൾ ചെയ്തതാണല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഹാർട്ട് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അടിപൊളിയായിട്ട് നല്ല റെഡ് ഫ്ലവറും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്നുള്ള ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മളിനി അംഗനവാടിയിലേക്ക് പോവാണ്ട് നേരിട്ട്. അവിടെ പോയപ്പോൾ ഒരുക്കങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ കേട്ടോ. ടീച്ചർക്കറിയാം ഞാൻ വന്നെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറേ അതിലിതിലൊക്കെ ഒന്ന് തൊട്ടെടുത്ത് ആ ഒരു ഭാഗങ്ങളിലൊക്കെ ഷീറ്റും കാര്യങ്ങളും ബലൂൺസ് കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ അവിടെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും, പുതിയ കുട്ടികളും പഴയ കുട്ടികളൊക്കെ വന്നിട്ട് പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട്.
നമുക്ക് അംഗനവാടിയിൽ 2 പ്രാവശ്യമായിട്ട് പ്രവേശനോത്സവം ഉണ്ടാകും. ഒന്ന് നവംബർ 1 കേരളപ്പിറവി ദിനത്തിൻ്റെ അന്ന് പ്രവേശനോത്സവമുണ്ട്. പിന്നെ മെയ് 30-നാന്ന് തോന്നുന്നു എന്നുള്ളത്. അപ്പോൾ രണ്ടും നമ്മൾ ആഘോഷിക്കാറുണ്ട്. അപ്പോൾ നല്ല പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പുതിയ കുട്ടികൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെൽക്കം ചെയ്യാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയതാണ് ഈ ബൊക്ക. അപ്പോൾ ഇവിടെ ഒരുപാട് കമ്മിറ്റിയുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ഈ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കമ്മിറ്റിയുള്ള ഒരുപാട് ആൾക്കാരും പിന്നെ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും തിരക്കിലാണ് നമ്മൾ. കാണാൻ നല്ലൊരു അടിപൊളിയാണ്, നല്ലൊരു വൈബാണ്. നമ്മുടെ നാട്ടിലുള്ള ഒരു അംഗനവാടി അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊരു ഇതിന് വേണ്ടി നമ്മൾ കൂടെ പരിശ്രമിക്കുമ്പോൾ അതിലൊരു സന്തോഷം ഉണ്ടാവും നമുക്ക്. മറ്റുള്ളവർ ബോധിപ്പിക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒന്നിനല്ല, നമുക്ക് അതിൽ ഒരു ആളാവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് എത്രയോ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഒത്തിരി പേരുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ സാധനം എല്ലാവരുടെ മുമ്പിൽ നമ്മളിത് വെച്ച് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ആ ഒരു ടേബിളിൻ്റെ പുറത്ത് നമ്മൾ ഫുള്ളും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തികയാതെ നമ്മൾ വീണ്ടും രണ്ടെണ്ണം അവിടെ വെച്ചിട്ട് ഉണ്ടാക്കി. അതാണ് ആ ഒരു കാണുന്നത് കേട്ടോ. അപ്പോൾ പ്രവേശനോത്സവത്തിൻ്റെ പോസ്റ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ പരിപാടി നല്ല അടിപൊളി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. സംഭവം നല്ല സൂപ്പറാണ്. നിങ്ങൾ കമൻറ്റ് കേട്ടോ, നിങ്ങളുടെ ഭാഗത്തുള്ള കമ്മിറ്റിക്കാർ, അംഗനവാടിയുള്ള കമ്മിറ്റിക്കാരൊക്കെ ഇതേപോലെ ഇങ്ങനെ സഹകരിക്കുന്ന ആൾക്കാരാണോ എന്നുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടായിരിക്കും, പക്ഷേ ഇതേപോലെ എല്ലാ കാര്യത്തിനും വേണ്ടി മുൻപന്തി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മുടെ പ്രവേശനോത്സവം തുടങ്ങി. എല്ലാ കുട്ടികളെയും അങ്ങനെ വെൽക്കം ചെയ്യാനായി ടീച്ചേഴ്സും പേരൻസും കമ്മിറ്റി അംഗങ്ങളൊക്കെ അങ്ങനെ നിരന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിഥികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ബൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ നമ്മുടെ അകത്തേക്ക് കയറ്റുന്ന ഒരു രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്. നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് നമ്മുടെ ആ ബൊക്കെ എല്ലാവരുടെ കയ്യിലെത്തി. അതിങ്ങനെ എല്ലാവരും കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. അപ്പോൾ എല്ലാ കുട്ടികളും ഇങ്ങനെ ഓരോ കുട്ടികളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിപാടി ഇങ്ങനെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയാണ്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഓരോ കുട്ടികളായിട്ട് ക്ഷണിച്ചു കേട്ടോ. മൊത്തം നമുക്ക് അവിടെയുള്ള കുട്ടികൾ 15 കുട്ടികളുണ്ട്. പിന്നെ പുതുതായിട്ട് വന്ന കുട്ടികൾ 5 കുട്ടികളും, അങ്ങനെ ഒരു 20 കുട്ടികളാണ് നമ്മുടെ അംഗനവാടിയിലുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കുട്ടികളൊക്കെ വന്നിട്ടില്ല, എന്തോ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ എല്ലാ കുട്ടികളെയും വെൽക്കം ചെയ്തിട്ട് നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ. ചെറിയ കുട്ടികൾക്ക് അതൊരു ഇതാണ്. അപ്പോൾ പ്ലാസ്റ്റിക് പരമായിട്ടുള്ള സംഭവങ്ങളൊന്നും അംഗനവാടിയിൽ പാടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രകൃതിദത്തമായിട്ടുള്ള സംഭവം മാത്രം ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും കയറി ഇരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഇരിക്കുന്ന ചെയറുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ അംഗനവാടിക്ക് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു പേരൻസ് സ്പോൺസർ ചെയ്തതാണ് കേട്ടോ. പിന്നെ അത് നമ്മൾ മിഠായികളും ലഡുവൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട്. അങ്ങനെ 78 നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവിധങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അംഗനവാടിയുടെ എല്ലാ വർക്കിംഗ് മെമ്പർമാരുണ്ട്. വിശിഷ്യ നമ്മുടെ കൗസല്യ ചേച്ചി, നമ്മുടെ പത്മ ചേച്ചി, അങ്ങനെ വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും ഉണ്ട്. പുതുതായി വന്ന നമ്മുടെ ചിഞ്ചോമനകൾ, ലഡുവും മുട്ടായും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ എല്ലാവരും പങ്കെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. പരിപാടി നല്ല ഉഷാറായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ടേബിളിൽ ഇരിക്കുന്ന കുഞ്ഞു സ്റ്റീൽ പാത്രങ്ങളുണ്ടല്ലോ, അതും നമ്മുടെ ഒരു പാരൻറ്റ് വാടിയിലേക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു.